കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചേ ഞങ്ങളുടെ മുറ്റം വ്ളോഗ് എടുക്കാമെന്നുള്ളത്. കുറച്ച് ഡോറയുടെ ഒരു ചെറിയ ഓർമ്മ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടമാണ് ഡോറയ്ക്ക് അത് കാണുമ്പോൾ. പക്ഷെ എന്ത് ചെയ്യാനും നമുക്കത് ശരിയാക്കാനും പറ്റത്തില്ല. ശരിയാക്കിയാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എൻ്റെ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ചായ എനിക്ക് ഇപ്പം കുറച്ചുകൂടി ബെറ്റർ ആയപ്പോൾ കുറച്ചുകൂടി ആഗ്രഹം കൂടി. അങ്ങനെ എന്താണെന്ന് നമ്മൾ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ അത് ഇനി ശരിയാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോയെങ്കിലും ശരിയാക്കാൻ പറ്റും. നേരത്തെ ഞാൻ സ്റ്റാർട്ടൊക്കെ ആവുമായിരുന്നേ. ടയറിന് മാത്രം ഒരു ഇച്ചിരി കംപ്ലൈൻറ്റേ ഉള്ളായിരുന്നു. പിന്നെ ബ്രേക്കും കിട്ടത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഓടിച്ചുകൊണ്ട് നടന്നിരുന്നേ. ഇവളുടെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ആ മറ്റേ 2 വീല് കാണുമല്ലോ. അപ്പോൾ നമ്മുടെ വഴി ചെറുതായതുകൊണ്ട് അത് ഊരി മാറ്റിയതിന് ശേഷം ഞാൻ ഇടയ്ക്ക് അത് ഓട്ടിക്കുമായിരുന്നു. പക്ഷേ സംഗതി ബ്രേക്കൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഇവളെല്ലാം തളർന്നു വീണ സമയത്തൊക്കെ നമ്മൾ മൊത്തം വീട്ടിലോട്ട് ഒതുങ്ങിക്കൂടിയായിരുന്നല്ലോ. പിന്നെ പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. എപ്പോഴും വീട്ടിനകത്തായപ്പം നമുക്കൊന്നും എടുക്കാൻ പറ്റാണ്ടുള്ളൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അങ്ങനെ നമ്മളെന്ത് ചെയ്ത് പിന്നെ അത് എടുക്കാതിരുന്നിട്ട് കുറച്ച് കംപ്ലൈൻ്റ് ആയി. ഇപ്പം അതിന്ന് ഞങ്ങളിരുന്ന് ഇങ്ങനെ ആലോചിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ചെറിയൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ച് സംഗതി എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോറ താണ്ടെ ഓർമ്മകളും അയവർത്തിക്ക് നിൽക്കുക. എന്താ ഗബ്രൂസിനൊരു സാധനം വേണമെന്ന് വന്ന് പറിച്ചു കൊടുക്ക്. അതല്ല മൈക്കിന്റെ അല്ല, ഇത് പറിച്ചു കൊടുക്കാനാ. കണ്ടാ, അത് പറിച്ചു കൊടുക്കാനാ പറയുന്നത്. എന്നിട്ട് ഇരിക്കുവായിരുന്നല്ലോ അമ്മ. ആ കമ്പി പിടിച്ച് താക്ക്. ഡോറ തനിയെ പിച്ചാനുള്ള തയ്യാറെടുപ്പാണ്. ഞാനെന്ത് ചെയ്യാനാ? പയ്യെ പിച്ച്. താക്ക് നിന്റെ തലയുടെ വീഴ. താക്ക്. അതല്ലടി ദേ നിക്കുന്നു. ഓ, അത് ഞാൻ കണ്ടില്ല. പിടിച്ചോണേ. ഞാൻ പിടിക്കണോ? എന്നാലും എനിക്ക് പിടിച്ചാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിടിച്ചു. ഇവിടെ പച്ച പിച്ച് തിന്നോൻ. അതുകൂടെ പിച്ച്. ഈ സൈഡിൽ ഇതൊരു സൈഡിലായിട്ടുള്ളൂ. മേളിലൊക്കെ നിപ്പുണ്ട്. രാവിലെ കുറച്ച് പിച്ച് കൊടുത്തു ഞാന്. തെങ്ങിന്റെ മേളിൽ നിക്കുന്നോണ്ടാ. ഇത് പണ്ട് ഞങ്ങളാണെങ്കിൽ ജ്യൂസ് അടിച്ചു കുടിക്കായിരുന്നു. മോനോ ഗബ്രൂനും പിച്ചണോ? അവനുള്ള പിഞ്ചല്ലേ. മതി വിട്. അവിടത്തെയാ അത് പിച്ചി തരാം. ഇവിടെ 2 നിപ്പുണ്ട്. ഞങ്ങൾ പണ്ട് ഇത് പിച്ചി ജ്യൂസ് അടിക്കായിരുന്നു. ഇത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറയണേ. ഇതേ കണ്ട, ഇപ്പഴങ്ങനെ ഈ വീടുകളിലൊക്കെ ഇത് കുറവാ. ഞാനിവിടെ വന്ന പിന്നെയാ രണ്ടാഴ്ച അവിടെ. ഇത് അമ്മ ഇടയ്ക്ക് പറഞ്ഞ് ഒത്തിരി ആയപ്പോഴത്തേക്ക് വെട്ടിക്കളയാനായിട്ട്. പഴുത്തത് നല്ല പഴുത്തത്. കഴിത്തരാം. ഓ, മണ്ണി വീണാ? കൈ തുടയ്ക്ക്. അയ്യോ, മൽബറി കഴിച്ച് പുളിച്ച് നിൽക്കുക. ഗബ്രൂസ് കഴിക്കുന്ന കണ്ടിട്ട് പിച്ച് കഴിച്ചതാ. പിന്നെ ചില ആൾക്കാർ കമന്റ് ഇട്ട്, ഇന്നലെ ആണെങ്കിൽ മത്തി ഡോറെ കൊണ്ട് വെട്ടിച്ചപ്പം ഈ ഡോറെ കൊണ്ട് വെട്ടിക്കാതെ ഞാൻ വെട്ടിക്കൂടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വട്ടം പറഞ്ഞതാണ്. ഡോറയ്ക്ക് പറ്റുന്ന കാര്യങ്ങളും പറ്റാത്ത കാര്യങ്ങളും നമ്മൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ മാത്രമേ അവൾക്കത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വരും. അവള് ചെയ്യേണ്ട കാര്യങ്ങൾ അവള് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ അയ്യോ അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളെയും കൂടി അവൾക്കുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ട് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അവൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവൾക്ക് തന്നെയാണ് ഒരു ഇത് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് കിട്ടും. അത് വൈകുന്നേരം ഇച്ചാൻ ഇവിടെ ഇല്ലായിരുന്നു. പപ്പ വന്നപ്പോഴാണ് മേടിച്ചോണ്ടായ. പപ്പ വന്ന് മീൻ വെട്ടി ഞാൻ തീരാറായപ്പോഴത്തേനും ഇച്ചായം വന്നത്. അപ്പോഴാണ് ഞാൻ എന്നാ ഒരു വ്ലോഗ് എടുക്കാന്ന് പറഞ്ഞ് വീഡിയോ എടുത്തത്. അപ്പോഴത്തേനും ഞാൻ വെട്ടി തീരാറായിരുന്നു. ഓൾറെഡി അമ്മ അതിന്റെ കറി വെച്ച അമ്മയാ. അപ്പൊ അതിന്റെ അരപ്പും കാര്യങ്ങളൊക്കെ അമ്മ ഇവിടെ റെഡിയാക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് മീൻ വെട്ടാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ. എന്താ പൊന്നെ എടുക്കണ്ട, അതാണ്ട് അബ്ബ വീഡിയോ എടുക്കുക. മൽബറി വേണോ മോന്? ദാണ്ട് നിക്കുന്നു. ഇനി മൽബറിയുടെ നിൽക്കുന്നിരണം. തീർന്നു. ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. അപ്പൊ അങ്ങനെ ചെയ്താ കേട്ടോ. ഞാന് ഇനി നമ്മൾ പറയാൻ വന്ന കാര്യം പറയാം. ഇവിടെ നിന്നിട്ട് വരാം. എന്നാ വാ. ഇവിടെ നിന്ന് നമ്മുടെ വഴി ഇവിടെ ആണെങ്കിൽ നിറച്ച്, ഞാനിവിടെ വന്ന ഇടയ്ക്കൊക്കെ ഇവിടെ നിറച്ച് വേറെ രീതിയിലായിരുന്നു. ചെടികളും കാടായിരുന്നു. ഒരു ഇതുണ്ടായിരുന്നു. എന്തുവായിരുന്നു?
ഈ ഒരു ഇത് കണ്ട, ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ക്രിസ്ത്യൻസിന്റെ പൂർവിക കാലത്ത് ക്രിസ്ത്യൻസ് മുറ്റത്ത് വിളക്ക് കത്തിക്കായിരുന്നു, കൽവിളക്ക് വെച്ചിട്ട്. അത് ചിലർ മെനോറയും കത്തിക്കും, ചിലരാണെങ്കിൽ കൽവിളക്കുമായിരുന്നു കത്തിക്കുന്നത്. നമ്മളിവിടെ ആണെങ്കിൽ കുരിശ് വെച്ച്, അതായത് ഒരു തടിയുടെ കുരിശ് വലുതുണ്ടായിരുന്നു, അത് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മെനോറയുടെ, അതായത് ഇവിടെ നമുക്ക് മെനോറ ഉണ്ടായിരുന്നു, സിമെന്റ് വെച്ചുണ്ടാക്കി. ആ മെനോറയുടെ ഒരു കാല നിങ്ങൾ ഈ കാണുന്നത്. ഞാനിവിടെ നമ്മുടെ പ്രിൻസിയുടെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനൊരു തവണ വന്നത്, ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട്. അന്നേരം ഞാൻ ഇവിടെ വന്നപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു. ഓർക്കുന്ന ഇനി ഇല്ല മോനെ, ഇനി ഇല്ലടാ, ഒരേ ഡ്രസ് ഇട്ട ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ വേറെ സാധനം കാണിച്ചു തരാം. ഓ ആ പിച്ചി തരാം, നോക്കട്ടെ ഉണ്ടെങ്കിൽ പിച്ചി തരാം. ഇതുണ്ടാ ഓറഞ്ച്, ഇത് മൽബറി തിന്നെ ഇത് ഉണ്ട്. ഇതുണ്ടാ ഓറഞ്ച്. പക്ഷെ ഇതൊക്കെ ഇവിടെയൊക്കെ കാഴ്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് ഒരെണ്ണം പോലും പിച്ചി കഴിക്കാൻ പറ്റില്ല. ഇവിടെ ഉണ്ട്, ഇതിനകത്തൊക്കെ നിറയുണ്ട്. മുള്ളുണ്ടോ അവിടെ? ഇതുണ്ടാ, ഇത് റോസ ആണോ? റോസ, പക്ഷെ പൂത്തിട്ടില്ല. പിന്നെ വേറെ സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് എന്തുവായിരുന്നു വെച്ചാ, എന്തായിരുന്നു? അല്ലല്ലോ നീലത്താമര. ധാത്രിയാണോ? ആ അത് തന്നെ, ധാത്രി അല്ലേ ഇത്? ധാത്രി. അശ്ശൂ, നിക്കറിന്റെ വള്ളി ഉരിയെടുത്തു. അയ്യോ, ഇതിപ്പോ ഇത് മൂന്നാമത്തെ നിക്കറിന്റെ. പിന്നെ ഇത് മറ്റേ 4 മണിപ്പൂവല്ലേ ഇത്? ശവനാറി എന്നൊക്കെ പറയും. നേരത്തെ ഇവിടെ ചെടികളൊക്കെ ഉണ്ട്, പിന്നെ ഇപ്പൊ ഇത്ര ഇവിടെ ഉള്ളു. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പത്തേന് ഇവിടെ ഒരു മീൻകുളം ഉണ്ട്, അത് ഗപ്പിക്കുളം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഇവിടെയും നാണ്ടേ ഗോൾഡ് ഫിഷ് ഉണ്ട്. പിന്നെ വെള്ളം എന്തുവായിരുന്നു വെച്ചാ വൈറ്റ് പാരറ്റ് ഫിഷ്. പിന്നെ നമ്മുടെ ഞവണിക്ക അല്ലെങ്കിൽ നത്തക്ക ഉണ്ട്. അപ്പുറത്ത് മീനുണ്ട്, അപ്പുറത്തെ സൈഡിലുണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ചെടി ഉണ്ടായിരുന്നു, പക്ഷെ ഇഷ്ടംപോലെ ചെടി, ഇഷ്ടംപോലെ മീൻ, ഒരുപാട് വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി. ഇനി വാ ഗബ്രൂസ്, ഇനി വാ. എല്ലാം പോയി, നമ്മളങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം പോയി. പിന്നെ വേറെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ മൽബറി ഉണ്ട്, തെങ്ങുണ്ട്, പ്ലാവുണ്ട്. വാഴ ഇതുവരെ കൊലച്ചിട്ടില്ല. വാഴ കൊലച്ച് നമ്മള് വെട്ടിയിട്ടുള്ളയാ ഈ പ്രാവശ്യമുള്ളു. ശരിയാ. ഓ എന്തോ പിന്നെ മോനെ, അതിനകത്ത് പഴുത്തത് കുറവാടാ. ഈ പച്ചയൊക്കെ ഇവന് വേണം. പച്ചയും കഴിക്കും, അതാ ഞാൻ ചോദിച്ചു ഇവൻ എങ്ങനെ ഇത് കഴിക്കുന്നതെന്ന്. ഈ പച്ചയ്ക്ക് അയോഗ്യ കിടന്ന് വിളിക്കുന്നത്. പച്ചന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പഴുപ്പ് ആയി. എന്നാ നമ്മുടെ ഗബ്രൂസിന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടം. സൂപ്പറാണോ ഗബ്രു? അത് ഞാൻ കഴിക്കട്ടെ എന്നിട്ട് പറയാം. പറയാൻ വന്നത്, അങ്ങനെ നമ്മൾ 20 വർഷം കൂടിയല്ലേ ഇവിടുത്തെ മാവ് കായ്ച്ച് തീർന്നുവല്ല, കഴിഞ്ഞ എല്ലാം പിച്ചി. നമ്മൾ അച്ചാർ ഇട്ടായിരുന്നു, ചമ്മന്തി അരച്ചു, ചുമ്മാ പിച്ച് തിന്നു, എല്ലാം തീർന്നു. പിന്നെ ഒരു കാര്യം, പ്ലാവ് അതിന്ന് അതിപ്പോ കുറെ കൊല്ലം കൊണ്ട് കായ്ക്കുന്നുണ്ട്. ഈ വർഷം നമ്മൾ രണ്ടെണ്ണം നടത്തി. ഒന്ന് മറ്റേ ഇടിച്ചക്കയ്ക്ക് വേണ്ടിട്ടും, പിന്നെ ഒന്ന് വെറുതെ ഇട്ട് നോക്കും. കാരണം ഇതെന്ന് വെച്ചാൽ വലിയ സൈസിലാവും ചോളയും ചക്ക. അപ്പോഴത്തേനും അങ്ങനെ വലിപ്പം നോക്കി ആയിട്ടില്ലെന്ന് വിചാരിച്ച്, പക്ഷെ പപ്പ ഇട്ടു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ നല്ലായിരുന്നു. അത്യാവശ്യം ചെറിയായിട്ട് മധുരമൊക്കെ വന്നു. അത് ഞങ്ങൾ എരിശ്ശേരി ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ മുള്ളാത്തയുണ്ട്, അത്തിപ്പഴം ഉണ്ട്, അതുപോലെ തന്നെ അമ്പഴങ്ങ, പിന്നെ അതുപോലെ തന്നെ കമ്പിളിപൂസ് ഉണ്ട്, പിന്നെ വടക്കംപുളി ഉണ്ട്. വടക്കംപുളി ഈ പ്രാവശ്യം കായ്ച്ചു കേട്ടോ. അത് വർഷങ്ങൾക്ക് ശേഷം അത് കായ്ച്ചു. കഴിക്കാനുള്ളത് കമ്പിളിമൂസ് കഴിക്കാണ്ട്. എന്തോ മ്യാവോ പോയോ? പോട്ടെ, അവിടെ കളിക്കും മ്യാവും. ഇനി എന്തോ നമ്മള് കാണിക്കാൻ വന്ന സങ്കടത്തോടെ പോവാ. പിന്നെ ഞാൻ ചിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പലരും പറയുന്നത് കേട്ടോ. എനിക്ക് നോർമലി ചിരി വരും, ഞാൻ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ചിരി വരും. പിന്നെ അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്, ആര് പറഞ്ഞാലും മാറ്റാനൊന്നും പറ്റത്തില്ല. ഇത് നമ്മുടെ ഡോറയുടെ ബുള്ളറ്റ് ആയിരുന്നു കേട്ടോ. ഇതിപ്പോ എടുക്കുന്നില്ല, പൂപ്പലൊക്കെ പിടിച്ചു ഇതിനകത്ത്. എത്ര വർഷം ഞാൻ 2-2.5 വർഷം ജോലിക്ക് പോയി, പിന്നെ കല്യാണത്തിന്, ഷോപ്പിങ്ങിന്, സിനിമ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതിനകത്തായിരുന്നു കറങ്ങാനൊക്കെ പോയിട്ട്. ഇച്ചാൻ അവിടെ ട്രെയിനിനായിരുന്നു വരുന്നത്. അപ്പൊ ഞാൻ ഓടിച്ചിട്ട് ഞങ്ങള് ഇവിടെ എന്തുവായിരുന്നു, ഒരു വട്ടം നീ ഓടിച്ചോളൂ. പിന്നെ ഞാനിത് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് അവിടെ ഇച്ചാൻ വന്ന് 2-3 തവണ ഞാൻ ഓടിച്ചിട്ടാ പോയത്. പിന്നെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് 4 ദിവസം കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച അവിടെ നിൽക്കാൻ പോയി. ആ സമയം കൂടി ഞാൻ ഇത് ഓടിക്കാൻ പഠിച്ചു. എന്നിട്ട് എനിക്ക് ഓടിക്കാൻ തന്നില്ല. നമ്മള് തൊങ്ങമ്പംകുത്ത് പോയി, പിന്നെ മറ്റേ ഡാം കാണാൻ പോയി, തുമ്പച്ചിമല പോയി, അങ്ങനെ കുറെ സ്ഥലത്ത്. കാട്ടിലോട്ട് പോകാ
ഇടുക്കിന്ന് ഇവിടം വരെ പിന്നെ ഇച്ചാന ഓടിച്ചിട്ട് നമ്മൾ ഇടുക്കിന്ന് ഇവിടം വരെ ഇത് കൊണ്ടുവന്നു ഓടിച്ച്. പക്ഷെ ഇത് സാധാ വണ്ടി പോലെ അല്ല, ഓടിക്കാൻ കുറച്ച് പാടാ, സൈഡ് വലി ഉണ്ട്. ഉണ്ട്. പിന്നെ പെട്ടെന്ന് ചിലർ ഇങ്ങനെ ആ ഓടിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒറ്റ ഇത് പോകും സൈഡിലോട്ട്, അങ്ങ് പേടിയാവും. ഇതായി പോയി. ടയർ ഊരി വെച്ചിട്ട് ഓടിച്ചു. ഇനി ഇത് നന്നാക്കി എടുക്കാനേ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് നമ്മുടെ ഇതിന്ന് കിട്ടിയതാട്ടോ, മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ജനസമ്പർക്ക പരിപാടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയായിരുന്നു. അന്ന് ഇവിടെ മറ്റേ റിബണൊക്കെ കെട്ടി ഇവിടെ ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ എഴുതി പണ്ടത്തെ ഇതിലുണ്ട് വീഡിയോ. ഇപ്പം ഫോട്ടോയും വീഡിയോസൊന്നും ഈ ഫോണില്ല, പഴയ ഫോണിലുണ്ടായിരുന്നു. പിന്നെ ഓടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, ഉണ്ടെങ്ങാണ്ട് ഉണ്ട്. പക്ഷെ ഇത് ഓടിക്കാഞ്ഞിട്ട് ഇപ്പൊ കുറച്ചുകൂടെ ഞാനിങ്ങനെ ആയപ്പോ എനിക്കങ്ങ് ഓടിക്കാൻ പറ്റും. പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ വെച്ചാൽ എന്റെ കുട്ടി വണ്ടി പോകുന്നു, എന്റെ കുട്ടി വണ്ടി പോകുന്നു. നമ്മളിപ്പോഴാണെങ്കിൽ ഇത് നമ്മുടെ പപ്പയുടെ പഴയ വണ്ടി, അത് നമ്മൾ നാസിക്ക് കൊടുത്തായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ അത് തിരിച്ചു മേടിച്ചു. ഇത് ഡോറയ്ക്ക് വേണ്ടി ശരിയാക്കി കൊടുക്കണം. ഇത് നമ്മൾ മേടിച്ചുകൊണ്ട് വെച്ചിരിക്കും. ഇതിന് ഇച്ചിരി കംപ്ലൈന്റ് ഉണ്ട്, ഇത് ഇനി ശരിയാക്കണം. നമ്പർ പ്ലേറ്റിന് ബാക്കി എന്തേ? ഇത് പോയി, തുരുമ്പെടുത്ത് പോയി. അതെല്ലാം നമ്പർ പ്ലേറ്റ് അടിക്കണം. അതുപോലെ തന്നെ വണ്ടി ഓടിക്കാതെ വെച്ചിരിക്കുക, ഇച്ചിരി പണിയുണ്ട്. വണ്ടി ശരിയാക്കി എടുക്കണം. പിന്നെ ഇതിനകത്ത് മറ്റേ സൈഡിലുള്ള 2 വീല് അത് ഘടിപ്പിക്കാനുള്ള സാധനങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്യണം. ഇതിനകത്ത് കുറെ പണിയുണ്ട്. ഇനി ഇത് നമ്മൾ ഡോറയ്ക്ക് വേണ്ടി കൊടുക്കാൻ പോകണമെങ്കിൽ ഇപ്പം എപ്പോഴും ഇപ്പൊ ഇച്ചാനെ ഈ പറഞ്ഞ പോലെ പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ എനിക്കിപ്പോൾ ബാങ്കില് ATM അങ്ങനെയൊക്കെ കുറെ സ്ഥലത്ത് ഇപ്പം നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇച്ചാനെ നോക്കിയിരിക്കണ്ട. പിന്നെ എനിക്ക് ഞാനും അമ്മയും മോനുമായിട്ട് ഓട്ടോയിൽ പോവാന്ന് വെച്ചാലേ എനിക്ക് ഇറങ്ങാൻ ഇപ്പം വലിയ സീനില്ല. പക്ഷെ കയറണമെങ്കിൽ എനിക്ക് ഓട്ടോയിലൊക്കെ ഇതായിട്ടാണ്. പക്ഷെ അമ്മ എടുത്ത് കയറ്റാന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഒന്ന് പോയി നോക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ വീടിൻ്റെ ചെയ്യാനുണ്ട്. ഇനി റേഷൻ കാർഡ് മാറ്റണം, നമ്പർ എടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇച്ചാൻ്റേതായ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തോട്ട് പോകും. പിന്നെ കോഴിയുടെ കാര്യങ്ങളും എല്ലാം നോക്കണ്ട. അപ്പം ഞാനും അമ്മയ്ക്കായിട്ടൊന്ന് ഓട്ടോയിൽ പോയി നോക്കണം. ഇറങ്ങാൻ സീനില്ല, പക്ഷെ കയറുന്ന കാര്യം ഓർക്കുമ്പോഴാണ് എനിക്കങ്ങ് പോകാൻ. ഇപ്പം ആണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നടന്ന് പോകാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാനും ക്രിസ്റ്റീനയും മോനും കൂടെ വഴി വരെ നടക്കുകയും ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്തു. അതൊന്നും ഇപ്പോൾ സീനില്ല. പക്ഷെ കയറാനും ഇറങ്ങാനുള്ള ഇതിപ്പോൾ ഇവിടെയൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ ഇപ്പോൾ പറ്റുന്നുണ്ട്, കുഴപ്പമില്ലാതെ. ഇവിടെ അത്രയ്ക്ക് ആയിട്ടില്ല, എന്നാലും ഒരാൾ ശരിക്കും പിടിക്കണം. ഇവിടെ പടി പുകതിന് ഇവിടെ ഇനി ചെറിയൊരു സിറ്റ് ഔട്ട് വരും കേട്ടോ. ഈ ഏരിയയിൽ ചെറിയൊരു സിറ്റ് ഔട്ട് വരുന്നിട്ട് നമ്മൾ പടിഞ്ഞാറോട്ട് ഇറങ്ങുന്ന രീതിയിൽ ആക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പടി കെട്ടുമ്പം ഡോറയ്ക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ പടി കെട്ടണം എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഒരു മറ്റേ ഇതും ഇങ്ങനെ കൊടുത്ത് കെട്ടണമെന്നുണ്ട്. എന്തേലും പറയുന്നത് എന്തേലും പറയുന്നത് അറിയില്ല. അറിയില്ല, അത് ഒരെണ്ണം കെട്ടണമെന്നുണ്ട് എന്തായാലും. ദൈവം സഹായിച്ച് എല്ലാം നന്നായിട്ട്. പിന്നെ പറച്ചിൽ കേട്ട ഭയങ്കര വെളുപ്പം ഇപ്പൊ അങ്ങ്. ഇതെന്താന്ന് വെച്ചാലേ ഇവിടെ ആ തുണി എന്തോ പണി ഒപ്പിച്ചിട്ട് വരും, പണി ഒപ്പിച്ചിട്ട് വരും അകത്തുനിന്ന്. കൈ കനക്കുന്നുണ്ട്. വെള്ളം കുടിച്ചെന്ന് തോന്നുന്നു, അതോ വെള്ളം അവിടെ ഒഴിച്ചു എന്തോ ചെയ്ത്. രാജാവ് ടാറ്റ പറയല്ലേ, നെഞ്ചു വിരിച്ച നടക്കത്ത. അതാരുടെ പോവും? അതാണ് എന്റെ വണ്ടി കേട്ടോ, മറിഞ്ഞു വീഴും. അതാണ് എന്റെ ബുള്ളറ്റ്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും അതിലാ പോകുന്നത്. ശരിയാക്കി എടുക്കാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പൊ പുട്ടിന് ഊഞ്ഞാല് കാണിച്ചു കൊടുത്താ അതിപ്പോ ഉപയോഗിക്കാത്തോണ്ട് കരിയിലൊക്കെ വീണ് എന്റെ മേളിൽ ഇതായിട്ടിരിക്കുക. ഞാന് തൂത്തിടുന്നുണ്ട്, പക്ഷെ ഇതിനകത്തൊന്നും ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ചെറിയ കൃഷികളും കാര്യങ്ങളും കേട്ടോ. പിന്നെ ഇതുണ്ട് പനിക്കൂർക്കും കാര്യങ്ങളും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം, അത് അറിയത്തില്ല എന്താണെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഇതിന്റെ വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മുള, ഈ കല്ലമുള ഉണ്ടായിരുന്നു, പിന്നെ മോനെ ചെറിയ മുളകളുണ്ടായിരുന്നു. അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ സാധനം അങ്ങോട്ട് പോകണ്ട, അവനും കൂടെ വന്ന് കയറും. വേണ്ട ഇല പിച്ചി കൊടുക്കല്ലേ എടി, വേണ്ട, അവന് വാ കഴിക്കും. വേപ്പല പിച്ചി കൊടുക്കുന്നു ദുഷ്ട. കൊടുത്തില്ലല്ലോ, വേണ്ട, വാ കഴിക്കോന്. വേണ്ടടി, വാ കഴിക്കും. മോനെ കഴിക്കണ്ടടാ. എന്താ ചെയ്യുന്ന നോക്കട്ടെ. കൊണ്ടത്തരും. ഇല്ല, വേറെന്തോ ചെയ്യാൻ കൊണ്ടുപോവാ. എവിടെ പോവാ? അകത്തോട്ട് പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ.